Hi my dear friends, എല്ലാവർക്കും MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം, അടുത്ത വർഷം UPSC എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ എങ്ങനെ ഒരു നല്ല സ്ട്രാറ്റജി തയ്യാറാക്കാം, എങ്ങനെ ഒരു വർഷത്തെ നല്ലൊരു പ്ലാനിങ് തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ സ്ട്രാറ്റജി പല ആളുകളും, പല IAS നേടിയ ആളുകളും അവരുടെ പഠനത്തിൽ അപ്ലൈ ചെയ്ത നല്ല വിജയിച്ച സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് ഇവിടെ ഞാൻ അവരുടെ പല ആളുകളുടെയും സ്ട്രാറ്റജി നോക്കി അതിൽ നിന്നൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ ഇതേ രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങളുടെ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജിയിൽ കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നതാണ്. നമ്മുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ പ്രധാനമായിട്ടും 5 ഫേസ് ആയിട്ടാണ് നമ്മുടെ സ്ട്രാറ്റജിയെ തിരിക്കുന്നത്, നമ്മുടെ പ്ലാനിങ്ങിനെ തിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ പ്ലാനിങ് പ്രിലിംസിന് മുന്നേ ആയിട്ട് ഓപ്ഷനും മെയിൻസും തീരുന്ന രീതിയിലാണ് പ്ലാനിങ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഉത്തമവും. കാരണം പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മെയിൻസ് പഠനം, അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു റിവിഷന് മാത്രമേ അവിടെ വീണ്ടും ഒരു സ്കോപ്പ് വരുന്നുള്ളൂ. ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ രീതിയിലാണ് ഇവിടെ പ്ലാനിങ് തയ്യാറാക്കിയിട്ടുള്ളതും. ഇത് നമ്മൾ 5 ഫേസായിട്ട് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഫേസ് ജൂൺ മുതലാണ്. ഒരു കാര്യം പാടെ, ഞാൻ ജൂൺ മുതലാണ് നിങ്ങളുടെ പ്ലാനിങ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് മാസം മുതലാണ് തുടങ്ങുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഈക്വലായിട്ടോ അല്ലെങ്കിൽ 2-3 മാസം ഓരോ ഫേസിന് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ തിരിക്കേണ്ടി വരും. ഇവിടെ 5 ഫേസായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഫേസ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. രണ്ടാമത്തെ ഫേസ് ഒക്ടോബർ മുതൽ ജനുവരി വരെയും. മൂന്നാമത്തെ ഫേസ് ജനുവരി 15 മുതൽ പ്രിലിംസ് വരെയും. നാലാമത്തെ ഫേസ് പ്രിലിംസ് മുതൽ ഇൻ്റർവ്യൂ വരെയും ആണ്. പ്രിലിംസ് മുതൽ മെയിൻസ് വരെയും. അഞ്ചാമത്തെ ഫേസ് മെയിൻസ് മുതൽ ഇൻ്റർവ്യൂ വരെ. ഇങ്ങനെ 5 ഫേസായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് ഓരോ ഫേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഫേസ്, ഇതിൽ മെയിൻ പ്രയോറിറ്റി, മെയിൻ ഫോക്കസ് നമ്മൾ കൊടുക്കുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റിനാണ്. നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഏതാണോ അത് തീർക്കാൻ വേണ്ടിയാണ് ഇവിടെ മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അത് അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കുന്നവർ ആ രീതിയിൽ മെയിൻസ് നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഈ ഒരു 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 4 മാസം കൊണ്ടോ തീരുന്ന രീതിയിൽ അതിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതിന്, അതിനെ പ്ലാനിങ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഫേസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, എല്ലാ ഫേസിലും ഡെയിലി ചെയ്യേണ്ട ന്യൂസ് പേപ്പർ റീഡിങ്, അതുപോലെ തന്നെ വീക്കിലി റീഡിങ്ങും മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷനൊക്കെ എല്ലാ ഫേസിലും കൊണ്ടുപോകേണ്ടതാണ്. അത് ഞാൻ എല്ലാ പ്രാവശ്യം എടുത്ത് പറയുന്നില്ല. അതുകൂടാതെ ഈ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ NCERT റീഡിങ് തുടങ്ങുക എന്നുള്ളതാണ്. NCERT റീഡിങ് 6th മുതലോ അല്ലെങ്കിൽ ഏത് ക്ലാസ് മുതലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അത് വായിക്കുക എന്നുള്ളതാണ് മെയിൻ ഫോക്കസ്. ഓപ്ഷൻ ആണെങ്കിൽ കൂടിയും ഇത് അതിൻ്റെ കൂടെ സൈഡായിട്ട് നടക്കേണ്ടതുണ്ട്. പ്ലസ് ഒരു ആൻസർ റൈറ്റിംഗ് നമ്മൾ ഇവിടെ വെച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഓപ്ഷണൽ ആൻസർ റൈറ്റിംഗ് തുടങ്ങാൻ നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ മെയിൻസിൻ്റെ വ്യത്യസ്ത ടോപ്പിക്കുകൾ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടോ ആൻസർ റൈറ്റിംഗ് തുടങ്ങുന്നതും ഈ ഫേസിൽ നന്നായിരിക്കും എന്നുള്ളതാണ്. അതുകൂടാതെ മന്ത്ലി യോജന, കുരുക്ഷേത്ര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകണം. അതും ശ്രദ്ധിക്കുക. ഇതാണ് ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ചെയ്യേണ്ടത്. സെക്കൻഡ് ഫേസ് കൊടുക്കുന്നത്, നമ്മൾ മെയിൻ ഫോക്കസ് കൊടുക്കുന്നത് മെയിൻസിന് തന്നെയാണ്. ഈ ഒരു 4 മാസം കൊണ്ട് മെയിൻസ് ഒരു പ്രാവശ്യമെങ്കിലും പഠിച്ചു തീരുന്ന രീതിയിലാണ് നമ്മളുടെ പ്ലാനിങ് ഈ 4 മാസത്തിന് ഇടേണ്ടത്. അതിൻ്റെ കൂടെ ഈ ഫേസിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ ഫേസിൽ നമ്മൾ പഠിച്ചു വെച്ച ഓപ്ഷൻ്റെ റിവിഷനും ഈ ഫേസിൽ കൊണ്ടുവരാമെന്നുള്ളതാണ്. പ്ലസ് NCERT നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. NCERT അത് തീർന്നവരാണെങ്കിൽ അതിൻ്റെ റിവിഷൻ, തീരാത്തവർ അത് ഈ ഒരു ഫേസിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയും ശ്രമിക്കുക. പ്ലസ് ആൻസർ റൈറ്റിങ്ങും ഈ ഫേസിൽ കൊണ്ടുപോകേണ്ടതാണ്. ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ എവിടെയും ചേരാൻ പറ്റുമെങ്കിൽ അതും നന്നായിരിക്കും. ആൻസർ റൈറ്റിംഗ് സീരീസ് ഒക്കെ എവിടെയെങ്കിലും ചേരുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് സീരീസുകളും ഈ ഫേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ഫേസിൽ നമ്മൾ ചെയ്യേണ്ടത്. തേർഡ് ഫേസ് നമ്മൾ കൊടുക്കുന്നത് ഓൺലി പ്രയോറിറ്റി പ്രിലിംസിന് വേണ്ടി മാത്രമാണ്. പ്രിലിംസിന് വേണ്ടിയുള്ള പഠനമാണ് നടത്തുന്നത്. പ്രിലിംസിന് വേണ്ടി രീതിയിലാണ് നോട്ട്സ് തയ്യാറാക്കുന്നത്. നമുക്ക് ഈ ഒരു 4 മാസം മെയിൻ ഫോക്കസ് പ്രിലിംസിന് തന്നെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച NCERT കറണ്ട് അഫയേഴ്സ് റിവിഷൻ നടക്കേണ്ടതും ഇവിടെയാണ്. മാക്സിമം കറണ്ട് അഫയേഴ്സ് റിവിഷൻ നടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ NCERT മാക്സിമം പ്രാവശ്യം റിവിഷൻ നടക്കുക. പ്രിലിംസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള പഠനവും ഈ ഘട്ടത്തിൽ നടക്കേണ്ടതുണ്ട്. അവസാന മാസത്തിലേക്കും ആഴ്ചയിലേക്കും വേണ്ടിയുള്ള പ്രിലിംസ് നോട്ടുകളും തയ്യാറാക്കേണ്ടതും ഇവിടെ വെച്ച് തന്നെയാണെന്നുള്ളതാണ് ഈ തേർഡ് ഫേസിൻ്റെ പ്രത്യേകത.
അടുത്ത ഫോർത്ത് ഫേസ് ഓൺലി ഫോക്കസ് നമ്മൾ മെയിൻസിന് വേണ്ടി മാത്രമാണ്. നമ്മൾ 1ഉം 2ഉം ഫേസിൽ പഠിച്ചു വെച്ച ഓപ്ഷനും മെയിൻസും അതിൻ്റെ റിവിഷനാണ് ഈ ഫോർത്ത് ഫേസിൽ നമ്മൾ നടത്തുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ മാക്സിമം ആൻസർ റൈറ്റിംഗ് ആണ് നടക്കുന്നത്. ആൻസർ റൈറ്റിംഗ് സീരീസുകൾ എവിടെയെങ്കിലും ചേരുക, അത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഡെയിലി ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാക്സിമം റിവിഷൻ നടത്തുക എന്നുള്ളതാണ് ഈ ഫോർത്ത് ഫേസിൽ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഫേസ്, ഫിഫ്ത്ത് ഫേസ്, പിന്നെ നമ്മൾ മെയിൻസ് എക്സാം കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. അവിടെ മാക്സിമം മോക്ക് ഇൻ്റർവ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മളുടെ നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഈ ഫേസിൽ ചെയ്യേണ്ടത്. നല്ല കൂളായിക്കൊണ്ട് മെയിൻസ് ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവസാന ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ ഇതൊരു മോഡലാണ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ സാഹചര്യത്തിന് ഉതകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു നല്ല പ്ലാനിങ് ഉണ്ടാക്കുക. വിങ്സ്റ്റൺ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ. നല്ലൊരു പ്ലാനിങ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ വിജയത്തിൽ എത്താൻ എന്നുള്ള പ്രയാസകരമാണ്. ഈസി ആയിട്ട് വിജയത്തിലേക്ക് എത്താൻ ഏറ്റവും നല്ല പ്ലാനിങ് ഉണ്ടായാൽ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും നല്ല പ്ലാനിങ് ചെയ്ത് വിജയത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ഗുഡ് ബൈ.